നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് 5-ാം ദിവസവും പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. പണമില്ലാത്തതിനാൽ മിക്ക എടിഎമ്മുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു. പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എടിഎമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ വൈകിട്ടും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇന്ന് ബാങ്കുകൾ 4 മണിവരെ പ്രവർത്തിച്ചു. ഈ വിഷയം ഇന്ന് 5-ാം ദിനവും ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം KVS ഹരിദാസ്, ഒപ്പം ജി ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി, ഒപ്പം ജനപക്ഷത്തു നിന്നും മാധ്യമപ്രവർത്തകൻ ഡോക്ടർ ദേവദാസ്, ഒപ്പം MR ഗോപകുമാർ. ഏവർക്കും അറിയുന്ന, ഏവരും കാണുന്ന ചലച്ചിത്ര വിശകലനങ്ങൾ, ജനപക്ഷത്തു നിന്നും കാര്യങ്ങളെ വിശദീകരിക്കാൻ 2 പേർ. ചർച്ചയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ദിശയിലേക്കുള്ള മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് നിഷ്പക്ഷ അഭിപ്രായം കൂടി ആദ്യം തന്നെ സ്വരൂപിക്കേണ്ടതുണ്ട്. ശ്രീ MR ഗോപകുമാർ, താങ്കൾ ദൈനംദിനമായി തന്നെ ഈ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇന്നിപ്പോൾ പൂർത്തിയാകുന്നു. ഈ പുതിയ പരിഷ്കരണം വരുമ്പോൾ പൊതുവെ നാട്ടഭിപ്രായം എങ്ങനെ, താങ്കൾക്ക് ബോധ്യപ്പെട്ട, അനുഭവിച്ചറിഞ്ഞ, നിഷ്പക്ഷമായി നിരീക്ഷിച്ചാൽ ഇതിലെ നയത്തിൻ്റെ പാളിച്ചയാണോ നടത്തിപ്പാണോ ജനം ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ നേർസാക്ഷ്യം? ഞാൻ പറയട്ടെ, ഇതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. അതെ, അതാണ് ഞാൻ നിഷ്പക്ഷ. അപ്പം ഞാൻ സംസാരിക്കുന്നത് ജനപക്ഷത്തു നിന്ന് തന്നെയായിരിക്കും. ഇത്തരം നടപടികൾ ചിലപ്പോൾ അനിവാര്യമായിട്ട് വരും. ഏത് ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നാലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അനിവാര്യമായിട്ട് വരും. അങ്ങനെ അനിവാര്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ അനിവാര്യത ഉണ്ടെങ്കിൽ ഈ നടപടി സ്വീകരിച്ചാൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളുടെ കാര്യം പറഞ്ഞു, ജനങ്ങൾക്കുണ്ടാകുന്ന താൽക്കാലികമായ ബുദ്ധിമുട്ടുകളുടെ കാര്യം പറഞ്ഞു. താൽക്കാലികമായിട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു രോഗബാധിതമായ ശരീരത്തിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിൻ്റേതായ ചില കർശനമായ നിയന്ത്രണങ്ങൾ വേണ്ടി വരും ശരീരത്തിന്. അതുപോലെയുള്ളൂ ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു മരുന്ന് അത്യാവശ്യമാണ്. ആ മരുന്ന് കഴിക്കുമ്പോൾ രോഗി ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരും. അവിടെ ഒരു ബദൽ മാർഗം സ്വീകരിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ട്? കാരണം ആദ്യമൊക്കെ ജനങ്ങൾ ഒരുപക്ഷെ, എനിക്ക് തോന്നുന്നത്, ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പുതിയൊരു നടത്തിപ്പിൻ്റെ തലമാണ്, അത് സഹിക്കാം. ഇന്ന് 4 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ 1 മാസത്തെ കണക്ക് പറഞ്ഞ അരുൺ ജെയ്റ്റ്ലിയെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് ജനത്തിൻ്റെ ഈ രോഷപ്രകടനവും ക്ഷമ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ. അത് സ്വാഭാവികമാണ്. അത്രയും ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് പ്രതീക്ഷിക്കാത്ത കാര്യം ആയിരിക്കില്ല ഒരിക്കലും. തീർച്ചയായിട്ടും ഇന്ന് എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ, എൻ്റെ ആകെ കൂടെ 1000 രൂപയേ ഉള്ളൂ. നാളെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്ക് നാളെ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഐ വിൽ ഗോ പാനിക്. അത് സംശയമൊന്നുമില്ല. അങ്ങേക്ക് ഈ ദിനങ്ങളിൽ ബുദ്ധിമുട്ട് അങ്ങേക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതോ ആ ബുദ്ധിമുട്ടിനെ കൂടി അങ്ങ് രാജ്യത്തിൻ്റെ ഒരുപക്ഷെ ദേശീയതയുടെ ഭാഗമായി ചിന്തിക്കുകയായിരുന്നു? എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് പെട്രോൾ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയപ്പോൾ പമ്പിൽ അവരത് അക്സെപ്റ്റ് ചെയ്തു. കുറച്ച് മുമ്പ് കുറച്ച് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അവിടെ പോയി ആ സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ 1000 രൂപയുടെ നോട്ടാ ഉള്ളൂ. അത് കുഴപ്പമില്ല, തരണമെന്ന് പറഞ്ഞു. അതും വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് ആർക്കും പ്രയാസമില്ല എന്നർത്ഥമില്ല. തീർച്ചയായിട്ടും പലർക്കും. ഞാൻ ആദ്യത്തെ ദിവസം എൻ്റെ ബാങ്കിൻ്റെ അതിലെ പോയപ്പോഴത്തേക്കും ഈ നോട്ടുകൾക്ക് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞ അന്ന് തന്നെ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഉത്സവത്തിൻ്റെ ആൾക്കൂട്ടം ഉണ്ട്. അത് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അതിലെങ്ങും കടന്നില്ല. ഞാൻ ഇതുവരെ ബാങ്കിൽ പോയിട്ടുമില്ല. പക്ഷേ ഈ എടിഎമ്മുകളുടെ മുന്നിലൊക്കെ ഒരുപക്ഷെ ഇന്നിപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് വിവാഹം മുടങ്ങി പോകുന്ന സാഹചര്യം, ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ രോഗികൾ വലയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഒരു അവധാനതയില്ലാതെ ഒരു ബദൽ മാർഗം നേരത്തെ ഉണ്ടാക്കാതെ പ്രായോഗികമല്ല. ബദൽ മാർഗം നേരത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അതായത് അങ്ങനെ വരുമ്പോൾ അത് മറ്റവർക്ക് അവസരം, ആരെ ഉദ്ദേശിച്ചാണോ ഈ നടപടികൾ കൈക്കൊണ്ടത് അവർക്ക് രക്ഷപ്പെടാനൊരു അവസരം കൊടുക്കുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ കർശനമായിട്ട് ഇങ്ങനെ തന്നെ വേണം. ഇത് തന്നെയാണ് നടപടി, ഇത് തന്നെയാണ്. പക്ഷേ ഈ ജനം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അത് ഒഴിവാക്കാൻ പറ്റില്ല അവർക്ക്. ശ്രീ ദേവരാജൻ, ജി ദേവരാജൻ, ഞാൻ KVS ഹരിദാസിലേക്ക് എത്തുന്ന മുമ്പ് ശ്രീ ദേവരാജൻ, ഈ നടപടി ഒരുപക്ഷെ ശ്രീ ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യം, ജനങ്ങളുടെ അവൻ്റെ ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കുകയാണ്. ടെക്നിക്കാലിറ്റീസ് ഒരുപക്ഷെ ആദ്യമൊക്കെ ജനങ്ങൾ ഇതേ രീതിയിൽ അർത്ഥത്തിൽ ഏറ്റെടുത്തു. പക്ഷേ ഇന്ന് ഉണ്ടായ ഒച്ചപ്പാടുകൾ, ATM മുൻപിൽ കാത്തു നിൽക്കുന്ന, ജോലി പോലും ഒരുപക്ഷെ ഇതിനു വേണ്ടി മാറ്റി നിൽക്കുന്ന സാഹചര്യം, ഇതിൽ നയത്തിൻ്റെ പാളിച്ച, ആദ്യം നയം ജനങ്ങൾ അംഗീകരിച്ചു, ഇന്നിപ്പോൾ ജനം സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടോ? പാളിച്ച എവിടെയാണ് ശ്രീ ദേവരാജൻ?
ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ കുറേ കള്ളപ്പണക്കാർ അവർ കള്ളപ്പണം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നുവെന്ന സർക്കാരിൻ്റെ കണക്കും പ്രകാരം കുറേ കള്ളപ്പണക്കാർക്ക് വേണ്ടി രാജ്യത്തെ 130 കോടി ജനങ്ങളും അവരുടെ രാജ്യസ്നേഹവും സത്യസന്ധതയും തെരുവിൽ തെളിയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അപമാനകരമാണ്. ഈ പറഞ്ഞ ക്യൂവിൽ നിൽക്കുന്നവരോ ബാങ്കിൽ പോകുന്നവരോ ആരും കള്ളപ്പണം കയ്യിൽ വെച്ചിട്ടുള്ളവരല്ല. ഇന്നുകൂടി ഗവൺമെൻറ് പറഞ്ഞത് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല, ഡിസംബർ 30 വരെ സമയമുണ്ട് എന്നാണ്. ഡിസംബർ 30 വരെ സമയമുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പിന്നെയും ജനം ബാങ്കിലേക്കും ATM-ൻ്റെ മുമ്പിലേക്കും വരുന്നു എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? നിത്യനിദാന ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം മാറി. സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം സർക്കാർ മൊത്തത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കറൻസിയുടെ 86% ഈ പറഞ്ഞ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളായിരിക്കെ അത് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുകയും അത് അസാധുവാക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനു വേണ്ടുന്ന ബദൽ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കണമായിരുന്നു. അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പൗരനും ഇങ്ങനെ കറൻസി പിൻവലിക്കുന്നത് ഈ പറഞ്ഞ ഭീകരവാദികൾ അല്ലെങ്കിൽ കള്ളപ്പണം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു, അത് തടയേണ്ട ആവശ്യമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും അത് വേണമെന്ന് തന്നെയാണ്. കള്ളപ്പണം തടയണം, കള്ളനോട്ടുകൾ ഇല്ലാതെയാവണം, അതിനെ സഹായിക്കണം, അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാണ്, എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് സ്വീകരിക്കേണ്ട നടപടി ഇതല്ലല്ലോ. രാത്രിയിൽ ഒരു ജനത്തിന് ശ്വാസം വിടാൻ പോലും സമയം നൽകാതെയാണ് പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ കൈവശം അന്നുകൂടി ജോലി ചെയ്ത് കിട്ടിയ കൂലി അത് അസാധുവായ പണമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സാധാരണക്കാരനുണ്ടാകുന്ന വിഷമം അത് ബാങ്കുകളിലും ATM-ൻ്റെ മുമ്പിലും ചെല്ലുമ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. രണ്ട്, ഈ പണം ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു ബാങ്കിലും ഇപ്പോൾ 3000 രൂപ പോലും കൊടുക്കുന്നില്ല. ഒന്നുകിൽ 2000 അല്ലെങ്കിൽ 4000. കാരണം 1000-ൻ്റെ നോട്ടില്ല, അല്ലെങ്കിൽ 500-ൻ്റെ നോട്ടുകളില്ല, 100-ൻ്റെ നോട്ടുകളില്ല. അപ്പം ചെറിയ തുകയ്ക്കുള്ള നോട്ടുകൾ പോലും ബാങ്കുകളിലും ATM-ലും ഇല്ല. ATM-കൾ ഇനി സജ്ജമാകണമെങ്കിൽ ഇനി എത്ര ദിവസം പിടിക്കും? ശ്രീ ദേവരാജൻ, 30-ന് ശേഷം താൻ എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ തന്നെ ശിക്ഷിച്ചോളൂ എന്നൊരു പ്രധാനമന്ത്രി പറയുകയാണ്. അല്ല, അങ്ങനെ ശിക്ഷിച്ചത് കൊണ്ട് ഈ ജനങ്ങളുടെ ദുരിതത്തിന് മറുപടിയാകുമോ? ഇപ്പൊ ഉത്തർപ്രദേശിലൊക്കെ തന്നെ ക്യൂ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ വിശ്വാസമില്ലേ പ്രധാനമന്ത്രിക്ക്? ഇക്കാര്യത്തിൽ ഒരു വിശ്വാസമില്ലേ? അതായത് താങ്കൾ സംശയിക്കുന്നത്, അതായത് കള്ളപ്പണമാണ് ലക്ഷ്യമെങ്കിൽ ആത്യന്തികമായി ഇതല്ലായിരുന്നു മാർഗം. ഉറപ്പായിട്ടും ഇതല്ല മാർഗം. കാരണം രഘുറാം രാജൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ കള്ളപ്പണം തടയുന്നതിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മിന്നൽ പരിപാടി അതല്ല മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. രണ്ട്, ഇവരുടെയൊക്കെ തന്നെ താത്വിക ആചാര്യൻ എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ചുള്ള ഗോവിന്ദാചാര്യ പറഞ്ഞിരിക്കുന്നു ഇതായിരുന്നില്ല മാർഗമെന്ന്, ഇതായിരിക്കരുത് മാർഗമെന്ന്. കാരണം ഇത്തരത്തിൽ പണം പിൻവലിക്കുന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിൽ പണം പിൻവലിച്ചിട്ടുണ്ട്, പല മാർഗങ്ങളിലൂടെ പണം പിൻവലിച്ചിട്ടുണ്ട്. നമുക്കറിയാം. ഞാൻ ഇത്രയേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയതിനു പിറകെ റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ പത്രസമ്മേളനം നടത്തി. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് നിലവിലില്ലാത്തൊരു പുതിയ നോട്ട് ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. വളരെ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ആ പത്രസമ്മേളനത്തിൽ ഒരു വെള്ളക്കടലാസിൽ 2000-ൻ്റെയും പുതിയ 500-ൻ്റെയും നോട്ടുകൾ ഒട്ടിച്ചിട്ടാണ് റിസർവ് ബാങ്കിൻ്റെ ധനകാര്യ സെക്രട്ടറി ഈ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു സാധാരണ മൂന്നാംകിട സിനിമയുടെ പോലും CD-കൾ അല്ലെങ്കിൽ പാട്ടുകൾ റിലീസ് ചെയ്യുന്നത് പോലും എത്രമാത്രം വലിയ സംഭവത്തോടു കൂടിയിട്ടാണ്. അതീവ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ 2000-ൻ്റെ പുതിയ നോട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കണം ഇതൊക്കെയാണ് ഈ നോട്ടിൻ്റെ സവിശേഷതകളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമായിരുന്നു അത്. അങ്ങനെ പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിനർത്ഥം റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ പോലും തയ്യാറായിരുന്നില്ല. രണ്ട്, ഈ നോട്ടുകൾ വെക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ATM മെഷീനുകൾ റീകാലിബ്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. 2000 നോട്ടുകൾ ഈ മെഷീനിൽ വെക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു ATM മെഷീനിൽ ഞാൻ മനസ്സിലാക്കിയത് 2500 കറൻസികൾ മാത്രമേ വെക്കാൻ കഴിയൂ. അത് 100-ൻ്റെ നോട്ടാണെങ്കിൽ 2500 നോട്ട് 2.5 ലക്ഷം രൂപ. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഈ 2.5 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്ര സമയമെടുക്കും? എത്ര നേരം കൊണ്ട് ആളുകൾക്ക് ഈ പൈസ പിൻവലിച്ചു പോകും? അപ്പോൾ പിന്നെയും ഈ പണം വരേണ്ടി വരുന്നു. തീർച്ചയായും. ശ്രീ KVS ഹരിദാസ്, താങ്കളുടെയൊക്കെ നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ അവധാനത ഉണ്ട് എന്ന് നമ്മൾക്ക് ഒരു ബോധ്യമുണ്ടാകും. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പ് രീതിയിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ അന്ന് ആത്മവിശ്വാസത്തോടു കൂടി പ്രധാനമന്ത്രിയെ വിശ്വസിച്ച ജനങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രയാസം. ജനങ്ങൾ എന്ത് പിഴച്ചു, അവരുടെ കൈവശമാണോ കള്ളപ്പണം ഇരിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ അവർ പോലും സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം. എന്ന് ഈ
ഒരു കടമ്പ കടക്കാൻ കഴിയും? ജെയ്റ്റ്ലി പറഞ്ഞതുപോലെ 1 മാസം വരെ ജനം ക്ഷമിക്കുമോ? ശ്രീ KVS ഹരിദാസ്, താങ്കൾക്കറിയാം കൊച്ചിയിലെ സാഹചര്യങ്ങൾ, കൊച്ചിയിൽ ഇന്ന് കാണുന്ന തിരക്കും ജനങ്ങളുടെ രോഷപ്രകടനവും ഒക്കെ. ഇത് യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ച് ആദ്യം സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യം എടുക്കേണ്ട നടപടി അത് കള്ളപ്പണം, അത് മാറ്റിവെച്ച് അവസാന പട്ടികയിലെ പ്രയോഗമെടുത്ത് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വിമർശനം വരുന്നുണ്ടെങ്കിൽ അതിന് മറുപടി? പ്രജീഷേ, ഇത് രാജ്യം കണ്ട സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ്. അതാദ്യം സർവരും അംഗീകരിക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ, യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ സർക്കുലേഷനിലുള്ള കറൻസിയുടെ ഏതാണ്ട് 86-87% വരുന്നത് ഈ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളാണ്. ഏതാണ്ട് 22 ബില്യൺ കറൻസീസാണ് പിൻവലിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിയമം അനുസരിച്ച് പിൻവലിച്ച് കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും രാജ്യത്ത് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നത് കണക്കാക്കിയിട്ടുണ്ടാവണം ഗവൺമെൻറ്. ഈ കറൻസി കയ്യിലുള്ളവർക്കൊക്കെ തന്നെ ഡിസംബർ 31 വരെ സമയമുണ്ട് അത് മാറിയെടുക്കാൻ. കണക്കിൽപ്പെടാത്ത പണമുള്ളവർക്കൊഴികെ ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവും ഇവിടെയില്ല. ഇപ്പം ആകെയുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധി ഈ 1000 പിൻവലിച്ചു, 500 പിൻവലിച്ചു, അതിന് പകരം വന്നത് 2000-ൻ്റെ കറൻസിയാണ് എന്നതാണ്. ഇന്നിപ്പോൾ 500-ൻ്റെ കറൻസി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. 2-3 ദിവസത്തിനകം ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും 500-ൻ്റെ പുതിയ കറൻസി എത്തും. ശ്രീ KVS ഹരിദാസ്, അതായത് കള്ളപ്പണ ലോബികൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു എന്ന രാഷ്ട്രീയ ആരോപണം മാത്രമാണോ? അറിയാതെ പോയത് കേരളത്തിലെ, അല്ലെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ മാത്രമാണ്. അത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണോ താങ്കൾ കാണുന്നത്? പ്രജീഷേ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ കുറച്ചു മുമ്പ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞില്ലേ, റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആ പുതിയ കറൻസി അവതരിപ്പിച്ചത് ഒരു ഫോട്ടോയുമായിട്ട് വന്നിട്ടാണെന്നാണ്. ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനുള്ള സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ പോലും ഈ കാര്യം പുറത്തു പോകരുത് എന്ന് ശ്രദ്ധിച്ചിരുന്നു ഗവൺമെൻറ്. ഇപ്പോൾ ATMs റെഡിയാക്കാമായിരുന്നു. വേണമെങ്കിൽ ATMs റെഡിയാക്കാനായിട്ട് എന്തെങ്കിലും സൂചന കൊടുത്തിരുന്നെങ്കിൽ അത് നൽകുമായിരുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതുപോലും മറച്ചു വയ്ക്കാൻ ഗവൺമെൻറ് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് പ്രശ്നം. ശരിയാണ്, അതിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ രാജ്യത്തിനെ സഹായിക്കാൻ, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്തുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ശ്രീ ദേവരാജന് ഒരു ചോദ്യം ബഹുമാനനായ ശ്രീ ഹരിദാസ് സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ സത്യസന്ധരല്ല എന്ന് ഗവൺമെന്റിന് അഭിപ്രായമുണ്ടോ? ഇത് കാര്യം അവരെ പോലും അറിയിക്കാൻ, നമ്മുടെ രാജ്യത്തെ കറൻസി നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണല്ലോ. അപ്പൊ അവരെ പോലും വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ സംവിധാനം അധപ്പതിച്ചോ? അങ്ങനെയാണോ ഗവൺമെന്റിന്റെ അഭിപ്രായം? പ്രധാനമന്ത്രി 50 ദിവസം സഹിക്കാൻ പറയുന്നു, ധനകാര്യമന്ത്രി 30 ദിവസം പറയുന്നു, 3 ദിവസം 4 ദിവസം പറയുന്നു. BJPയുടെ നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ്? ഈ കറൻസി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് BJPയുടെ മുൻ നേതാക്കന്മാർ 2005 മുമ്പുള്ള കറൻസികൾ പിൻവലിച്ച മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്ത് BJP നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസ്താവന, അതിലേക്ക് നമുക്ക് ചർച്ച പ്രത്യേകം വരേണ്ടതുണ്ട്. ശ്രീ KVS, ഇപ്പോൾ ചോദിച്ചതിന് മറുപടി. ദേവരാജൻ, റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുക്കായകയല്ല. റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ തീരുമാനം മുഴുവൻ എടുത്തിട്ടുള്ളത്. അവർ തന്നെയാണ് അതിന്, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഉൾപ്പെടെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് ശേഷം. അറിയാത്തതല്ല. പക്ഷേ പല കാര്യങ്ങളും രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം. കാരണം ഇതിനകത്ത് ആരുടെയും വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. ഇത്തരം ഒരു നിലപാട് എടുക്കുന്ന സമയത്ത്, തീരുമാനം എടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട രഹസ്യമുണ്ട്, ചില സുതാര്യതയുണ്ട്. അത് മാത്രമാണ് ഗവൺമെന്റ് പാലിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ആർക്കും വീഴ്ച പറ്റിയിട്ടില്ല. അവിടെ ആ അടുത്ത തീരുമാനത്തിൽ എന്ത് ഗുണകരമായി ഈ വലിയ രീതിയിലുള്ള വലിയ പ്രഖ്യാപനത്തിൽ ഏത് തലത്തിൽ സ്പർശിച്ചിട്ടു എന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സെക്കൻഡ് കൂടി. ഇക്കാര്യത്തിൽ നമ്മൾ പുറത്തു വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്യിപ്പിച്ചു.
പ്രധാനമന്ത്രിയുടെ പ്രസംഗം തീരുന്നത് വരെ മന്ത്രിമാരെ പോലും പുറത്തുവിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒരേ ഒരു സത്യസന്ധനെ ഉള്ളോ ശ്രീ KVS? ഒരേ ഒരു സത്യസന്ധൻ മാത്രമേ ഈ രാജ്യത്തുള്ളൂ. അല്ലെന്നേ, അങ്ങനെയല്ല. ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യസന്ധതയുടെയും വിശ്വാസത്തിൻ്റെയും ഒന്നും പ്രശ്നമല്ല. ചില കാര്യങ്ങൾ ബഡ്ജറ്റ് അടിച്ചു വരുന്നു, ബഡ്ജറ്റിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ലേ, വിശ്വാസ്യതയില്ലേ? ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ക്യാബിനറ്റിന് മുമ്പിൽ വയ്ക്കാറില്ലേ? ടെക്നിക്കലി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷമല്ലേ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്? അതിന്റെ രഹസ്യം സൂക്ഷിക്കാറില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങളിൽ സൂക്ഷ്മത ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയും, കാരണം അത് മന്ത്രിമാർക്കും നല്ലതാണ്, ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതാണ് ഇത് പുറത്തു പോകാതിരിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ അല്ലാതെ ചെയ്യാൻ പറ്റും ഇതൊക്കെ തന്നെ. അവിടെയാണ് ഒരു ചോർച്ച പോലെ ഒരു സംഭവിച്ചു എന്നും അവിടെ ബംഗാളിൽ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ നിക്ഷേപിച്ച പണത്തിന്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് സംസാരിക്കേണ്ടി വരുന്ന ശ്രീ KVS മടങ്ങിയെത്താൻ ഞാൻ ശ്രീ ദേവദാസ് താങ്കൾ സൂചിപ്പിക്കാനുള്ള ഒരുപക്ഷെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൽ നല്ലതാണെങ്കിൽ നയപരമാണെങ്കിൽ അംഗീകരിക്കാം. ആ അംഗീകാരം ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ട്. ഒരു ഭൂരിഭാഗം ജനങ്ങളും അതിനുവേണ്ടി എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു. പക്ഷേ 5-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പല സംശയങ്ങളും സ്വാഭാവികമായും ഉയരുന്നു. ശ്രീ ദേവദാസ് എങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതിയെ നോക്കിക്കാണുന്നത്? പ്രജീഷ്, ഇത്രയും സ്റ്റുപ്പിഡായി ഞാനൊരു പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ടില്ല. ബഞ്ച് ഓഫ് ജോക്കർ പാർട്ടിയാ BJP ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയുന്ന ഞാൻ 30-ന് ശേഷം എന്തും തയ്യാറാവും ജനങ്ങളെടുത്തുനിന്ന്. ജനങ്ങൾ ക്യൂ നിന്നിട്ട് ഇപ്പം ഞങ്ങളെ കണ്ണൂർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആളെ അടിച്ചിട്ട് പായിക്കും ഈ പ്രധാനമന്ത്രിനെ. ജപ്പാനിൽ പോയിട്ടാ പറയുന്നത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി. ഒന്ന് മാത്രം പ്രതീക്ഷ, ഞാൻ മിസ്റ്റർ ഹരിദാസോട് ചോദിക്കാൻ പറ. നിങ്ങൾ ഒന്ന് മാത്രം നോക്കും, നിങ്ങൾ രാജ്യരക്ഷ തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ IPL ലളിത് മോഡി കള്ളപ്പണവുമായിട്ട് പോയിട്ട് ലണ്ടനിൽ സുഖിച്ച് വാഴാൻ വേണ്ടിയിട്ട് നിങ്ങളെ സുഷമ സ്വരാജും വസുന്ധര രാജയല്ലേ നേടിയത്. വിജയ് മല്യയ 10,000 കോടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ മിസ്റ്റർ ഹരിദാസ്? പിന്നെ 11.5 ലക്ഷമാണ് കോർപ്പറേറ്റിൻ്റെ തുക ബാങ്കിൽ അടക്കാനുള്ളത്. നിങ്ങൾ പിടിച്ചോ ഈ 2.5 കൊല്ലം? നിങ്ങൾ കള്ളപ്പണം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് മൊറീഷ്യസ് ഐലൻഡ്സ്, കേമൻ ഐലൻഡ്സ്, കരീബിയൻ ദ്വീപുകൾ എല്ലാം ഉള്ള എല്ലാം ഉള്ള ദ്വീപുകൾ, സീഷെയിൽസ് എല്ലാം ഉള്ളത് പൈസ നിങ്ങൾ 11.5 ലക്ഷം നിങ്ങൾ തിരിച്ചു കൊണ്ടതാ. 15 ലക്ഷം ഇടുന്നു പറഞ്ഞിട്ട് ഈ 2.5 കൊല്ലം ഉറങ്ങിക്കിടന്ന് ഈ വലിയ ആൾക്കാരെ പിടിക്കാണ്ട് പാവപ്പെട്ട ജനങ്ങൾ, ഏത് കഷ്ടപ്പെടുന്ന ക്യൂവിൽ നിൽക്കുന്ന കള്ളപ്പണക്കാരല്ല. എന്തുകൊണ്ട് ഹരിദാസ് ഈ BJP-ക്കാരെ കാണുന്നില്ല? ജനാർദ്ദന റെഡ്ഡിനെ കാണുന്നില്ല? 500 കോടിന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന ഹരിദാസിന് ക്ഷണം കിട്ടിയോന്ന് എനിക്കറിയില്ല. യെദ്യൂരപ്പ എല്ലാം ഉണ്ടാവും അവിടെ. ഞങ്ങൾക്ക് 5 ലക്ഷത്തിന് വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ വേണം പോലും. അപ്പോൾ നിങ്ങൾ എവിടെ പോയി? അപ്പോൾ IPL എങ്ങനെയാണ് ഈ ടീമുകൾ ലക്ഷങ്ങൾ, അനുരാഗ് താക്കൂർ, അമിത് ഷാ, ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫായിട്ട് നരേന്ദ്രമോദി, ജയ് ഷാ, അരുൺ ജെയ്റ്റ്ലി, അത് കീർത്തിയാസാദ പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരെല്ലാം നടത്തിയ കള്ളപ്പണത്തിന്റെ ഇടപാട് IPL കണ്ടുപിടിച്ചു. 2013 ഡൽഹി പോലീസ് റെഫർ ചെയ്തു ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധം ശ്രീശാന്തിന്. എന്നിട്ട് നിങ്ങൾ ശ്രീശാന്തിന് തിരുവനന്തപുരത്ത് സീറ്റ് നൽകി. ഏക്നാഥ് കാട്സെ എന്ന് പറയുന്ന MLA-ക്ക്, BJP ശിവസേന MLA-ക്ക് ദാവൂദായിട്ട് ബന്ധം. എന്നിട്ടും നിങ്ങൾ അവിടെ MLA മന്ത്രിയാണ്. പങ്കജ മുണ്ടേ എന്ന് പറഞ്ഞ അഴിമതിക്കെതിരെയെങ്കിൽ അംഗനവാടിയിലെ പിള്ളേരെ കടലേന്ന് 232 കോടി മുക്കി, എന്നിട്ട് മന്ത്രിയാണ്. എങ്ങനെയാണ് കേന്ദ്രമന്ത്രി? അപ്പൊ നിങ്ങൾ ഈ അഴിമതി, നിങ്ങൾ ഈ പറയുന്ന സാധാരണ ജനങ്ങളെ പിടിച്ച് എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ 500-ഉം 1000-ന്റെയും നോട്ട് ഇറക്കി 2000 നോട്ട് വന്നപ്പോൾ 2000 നോട്ട് കിട്ടിയിട്ട് പിന്നെ അലഞ്ഞ് തിരിയുന്നതാണ് സാധാ ജനങ്ങൾ. ഞാൻ ഇന്നലെ ആയെങ്കിൽ ഈ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല. 8:45 എനിക്കൊരു ചേഞ്ച് ആദ്യമായിട്ട് 100 കിട്ടിയ 2000 രാവിലെ കിട്ടി. ചേഞ്ച് അലഞ്ഞ് ഓരോരുത്തും ഫോൺ വന്നിട്ട് ATM, ആ ATM ഇന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്ത് കിടക്കുന്ന, വൈകുന്നേരം തുറക്കുള്ളൂ. എന്തറിയാ, പൈസ ഇല്ല. ഒരു കോമൺ ഡിനോമിനേറ്റർ 200-ന്റെ ഒരു നോട്ട് എന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ മിഷണറി, താഴേക്കടയിൽ മീൻകാർ, കച്ചവടക്കാർ, സാധാരണക്കാർക്ക് ജീവിക്കാനും ഹരിദാസിന് ജീവിക്കേണ്ടായിരുന്നു. ഇവിടെ ഉള്ളത് പ്രതീക്ഷ എനിക്കൊന്നും കൂടി പറയാണ്ട്, വയർ ചെയ്യുന്ന ഇത് അല്ലെ ടെററിസ്റ്റ് എല്ലാം വയറും ഫോറിനെല്ലാം എമൗണ്ട്, മറ്റൊരെല്ലാം ഗോൾഡും ലാൻഡും ആക്കി സാധാരണക്കാരുടെ ഈ പൈസ ഇങ്ങനെ സമ്പാദിച്ചു വെച്ച് പോയി. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ജിയോ ഫ്രീ ആയിട്ട് കൊടുത്തത് ഇതിന്റെ ഭാഗമാണെന്ന് റിലയൻസ് എനിക്ക് ഉറപ്പിക്കാം. പിന്നെ Paytm
എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഇത് ട്രാൻസാക്ഷൻസ് നടത്തുന്ന പേടിഎമ്മിൻ്റെയും ബ്രാൻഡ് അംബാസിഡറായിട്ട് ഫോട്ടോന് സ്റ്റുപ്പിഡായിട്ട് നിന്ന പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ജിയോനും പേടിഎമ്മിനും. ഇപ്പൊ പേടിഎമ്മിൽ ചാകരയാ പോലും. യൂബർ, ഓല എന്നല്ല പറഞ്ഞ ഓൺലൈൻ ടാക്സീസ് എല്ലാം ചാകര. അതായത് കള്ളപ്പണത്തിൽ എന്ത് ചെയ്തു വ്യക്തമായ മറുപടി കാണും. അതിലേക്ക് എത്തുമ്പോൾ ശ്രീ എം ആർ ഗോപകുമാർ, ജനം ഈ സാങ്കേതികത്വത്തിലേക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇന്നത്തെ സാങ്കേതിക അല്ലെങ്കിൽ ഇതെന്താണ് അതിന്റെ തോതോ അല്ലെങ്കിൽ ജനങ്ങൾ കൂലിപ്പണിക്കാർ, ആശുപത്രി ജീവനക്കാർ, കട്ടപ്പനയിൽ കിടക്കുന്ന പാവപ്പെട്ട ആദിവാസി ആളുകൾ അല്ലെങ്കിൽ താഴേക്കിടയ്ക്കുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഇവർക്കൊക്കെ ഒരു പക്ഷേ കാത്തിരിക്കാൻ 5 ദിനങ്ങൾ കഴിഞ്ഞു. ഇനിയും നാളെ മറ്റന്നാൾ തൊട്ട് കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിടാവുന്ന ആഹ്വാനമായിട്ടാണ് നാളെ മുതൽ ആഹ്വാനവുമായി വ്യാപാരികൾ പോകുന്നു. ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ താഴേക്കിടയിലുള്ള ഒരു ക്ലാസ്സിനെ ഒരുപക്ഷെ ഉയർന്നു വരുന്ന വികാരത്തെ കൂടി താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താഴേക്കിടയിലുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയാണ് ഇത് നടക്കുന്നത്. ഇത് ഈ നേരത്തെ നിങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ, ദേവരാജൻ സംസാരിച്ച കൂട്ടത്തിൽ പട്ടാളക്കാരെ അതിർത്തി കാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പട്ടാളക്കാർ ഉറങ്ങാതെ അതിർത്തി കാക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നതാണ് അത് പറഞ്ഞത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അവർ കുടുംബമൊക്കെ കളഞ്ഞ് അവിടെ നാട്ടിന് വേണ്ടി അവർ ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരു 30 ദിവസത്തേക്ക് ഒരു ത്യാഗം അനുഷ്ഠിച്ചൂടെ? വലിയ മീനുകൾ വലയിലൂടെ ചാടിപ്പോകുന്നില്ലേ എന്ന സംശയം ശ്രീ ഗോകുമാർ ജനങ്ങൾ കൂടി തോന്നിത്തുടങ്ങുന്നു. എൻ്റെ അഭിപ്രായത്തിൽ വലിയ മീനുകളാണ് കുടുങ്ങാൻ പോകുന്നത്, ഉറപ്പാത്. അതെങ്ങനെ ഒരു പക്ഷേ താങ്കൾ പോലെയുള്ള താങ്കളെ പോലെയുള്ള വായിക്കുകയും അല്ലെങ്കിൽ സമകാലിക വിഷയങ്ങളെ ഒക്കെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ അതിൽ കാണുന്ന എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം കാണുന്നു. ഇത് ശരിക്കും ശരിയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഈ ഇവിടുത്തെ കള്ളപ്പണക്കാരെ ഉദ്ദേശിച്ചല്ല ഇത് ചെയ്തിരിക്കുന്നതാണ്. ഇത് ശരിക്കും വിദേശത്ത് നിന്ന് വരുന്ന ഈ നമ്മൾ തന്നെ പല വാർത്തകളിലും വായിച്ചിട്ടുണ്ട്, വാഗണിലും മറ്റേ കണ്ടെയ്നറിലും ഒക്കെ കള്ളനോട്ടുകൾ വരുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് അതിനെയാണ് കൂടുതൽ ലക്ഷ്യം വച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും സാധാരണക്കാരന് ഉപകാരമായിട്ട് വരും. ഇന്ന് സാധാരണക്കാരന് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റുമോ? എന്താ കാരണം? ഇത് മുഴുവൻ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ മുഴുവൻ കള്ളപ്പണത്തിലൂടെയാണ് കച്ചവടം നടത്തുന്നത്. ഈ പണമൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന ചെറുകിട വലിയ തോതിൽ താങ്കൾ പറയുന്നത് പോലെ കള്ളപ്പണം മുഴുവൻ വിദേശ ബാങ്കിൽ, സ്വിസ് ബാങ്കിലടക്കം ഈ സർക്കാരിന്റെ ഒരുപക്ഷെ പ്രഖ്യാപിത നിലപാടാണ്. അതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. കാരണം അതിലേക്ക് പോകാതെ ഇതൊരു മറയിടുന്നതായി പലരും ഒരുപക്ഷെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്നത്. അത് ഇനി വന്നുകൂടാന്നില്ലായിരിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമേ ഇല്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ എപ്പോഴായാലും കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. ചാക്കിൽ പൈസ കെട്ടി ഇവിടെ ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരെ എനിക്കറിയാം. ചാക്കിലാണ് ഒരു നോട്ട് കെട്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇതെന്തെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും ഗവൺമെൻറ് തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴേ ഈ ചാക്കുകെട്ട് അവരുടെ അക്കൗണ്ടിൽ വരുമോ, അവരുടെ കണക്കിൽ വരുമോ? ഗവൺമെൻറ്റിന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതായത് ഒരു മാറ്റം പ്രകടമായി ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്തരം സ്റ്റെപ്പുകൾ നേരത്തെ എടുക്കണമായിരുന്നു. ഇത് ഒരിക്കലും ഗവൺമെൻറ് സാധാരണക്കാരനെതിരല്ല. സാധാരണക്കാരന് ഒരു 5 സെൻറ്റ് സ്ഥലം ആർക്കും സാധിക്കുമെന്ന് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു പുര വെച്ച് കെട്ടാൻ പറ്റുമെന്ന്? ശ്രീ ജി ദേവരാജൻ, ഞാൻ KVS പോകും മുമ്പ് ആദ്യം ചെയ്യേണ്ടിയിരുന്ന കാര്യം, അതായത് കള്ളപ്പണത്തെ കൊണ്ടുവരിക. കള്ളപ്പണം, അതായത് 15 ലക്ഷത്തോളം ആളുകളുടെ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ വരെ അല്ലേ ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നു. നിർബന്ധിച്ച് അക്കൗണ്ട് എടുപ്പിക്കുന്നു. ആ അക്കൗണ്ട് ഇപ്പോൾ കാലിയായി കിടക്കുന്നു. ഇതൊരു മറയിടാൻ വേണ്ടി അല്ലെങ്കിൽ 2.5 വർഷം കഴിഞ്ഞിട്ടും നടപടികളിലേക്ക് കടക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കുണ്ഠിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വെല്ലുവിളികളിൽ തോന്നിയ ഒരു ഇടപെടലായി ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അല്ല, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിക്കുകയാണ്. ബഹുമാനനായ ശ്രീ ഗോപകുമാർ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ജനങ്ങൾ സഹിക്കും, കള്ളപ്പണ കൂട്ടിവെച്ചിരിക്കുന്നവർ പിടിക്കപ്പെടും. ഇതിനൊന്നും ആരും എതിരല്ല. ഇതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? കള്ളപ്പണം പിടിക്കണ്ട എന്നാരും പറയുന്നില്ല. ഇത് പിടിക്കപ്പെടുക തന്നെ വേണം.
പക്ഷേ കുറേ കള്ളപ്പണക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ ബാക്കി വരുന്ന മുഴുവൻ ആളുകളുടെയും രാജ്യസ്നേഹവും സത്യസന്ധതയും തെരുവിൽ തെളിയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അപമാനകരമാണ്. ഞങ്ങൾക്കാർക്കും രാജ്യസ്നേഹമില്ലാത്തവരല്ല, ഞങ്ങൾക്കൊക്കെ രാജ്യസ്നേഹമുള്ളവർ തന്നെയാണ് എന്ന് നമ്മൾ ആരും എതിരെ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തടയണമെന്നത് പറയുന്നത്. ഇനി രണ്ട്, ഇതിൻ്റെ പുറകിൽ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ചില കണക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പാർലമെൻറ്റ് തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ചില കണക്കുകളുണ്ട്. ഞാൻ ഒരു മിനിറ്റിൽ ആ കണക്കൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ശ്രീ രഘുരാം രാജൻ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സ്ഥാനത്ത് തുടരാതെ അദ്ദേഹം പോയത്? എന്താണ് അദ്ദേഹത്തെ മാറ്റിയത്? നിർബന്ധിതമായി തന്നെ ഏതാണ്ട് അദ്ദേഹം മാറിപ്പോയി. കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ ഇത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നിശ്ചയിക്കുന്ന ആ ഒരു ഏജൻസിയാണ് മൂഡീസ്. അവർ കണ്ടെത്തിയത് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾക്ക് റീക്യാപിറ്റലൈസേഷൻ ആവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ കുത്തക കമ്പനികൾ എടുത്തിരിക്കുന്ന വലിയ കടങ്ങൾ, ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, പല കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞു 11 ലക്ഷം കോടി, ചിലർ പറയുന്നത് 8.5 ലക്ഷം കോടി. ഏതായാലും 8-9 ലക്ഷം കോടി രൂപയുടെ നോൺ പെർഫോമിംഗ് അസറ്റ്, കിട്ടാക്കടം ഈ പറയുന്ന കുത്തക കമ്പനികൾ എടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഇത് കൊണ്ടുവരേണ്ട ആവശ്യമായിട്ടുണ്ട്. കൊച്ചു ബാങ്കുകളൊക്കെ ലയിപ്പിച്ച് പണം കണ്ടെത്താൻ ശ്രമം നടത്തെങ്കിലും പൂർണ്ണമായിട്ടും വിജയിക്കുന്നില്ല. ഇതിനു വേണ്ടി പണം ആവശ്യമാണ്. 2014 ശ്രീ അരുൺ ജെയ്റ്റ്ലി നൽകിയത് 23,000 കോടി രൂപയാണ് 13 പൊതുമേഖലാ ബാങ്കുകൾക്ക്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത പ്ലാൻ 70,000 കോടി രൂപ കൂടി ഇൻജെക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പണം ഇവർക്ക് ഇപ്പോൾ ബാങ്കുകളിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ പണം കണ്ടെത്താനുള്ള മാർഗത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് ശ്രീ രഘുരാം രാജൻ പോയത്. പകരം വന്നത് റിലയൻസിൻ്റെ കൂടി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഊർജിത് പട്ടേലാണ് വന്നത്. ഈ തീരുമാനം വന്നതിന് ശേഷം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ജിയോ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി പ്രചരിക്കുന്നുണ്ട്. അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിന്. അതായത് കഴിഞ്ഞ 2015 നമ്മുടെ നാട്ടിലെ മധ്യപ്രദേശിലെ ഹോഷിംഗാബാദിലെ സെക്യൂരിറ്റി പ്രസ്സിൽ അച്ചടിച്ച നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡ് ഇല്ലാതെ 30,000 കോടി രൂപയുടെ 1000 നോട്ടുകൾ പുറത്തു വന്നുവെന്നാണ്. അതിൻ്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ 2016 ജനുവരി 23 CNN IBN ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ പേരിൽ അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു, സംഘത്തെ വെച്ചു. ആ കമ്മിറ്റി അത് അന്വേഷിച്ചിട്ട് ആ സെക്യൂരിറ്റി പ്രസിന്റെ മാനേജർ മിസ്റ്റർ വാജ്പേയി, ഡെപ്യൂട്ടി രവീന്ദർ സിംഗ് 2 പേരെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും സർക്കുലർ നൽകിയെന്നാണ് ആ റിപ്പോർട്ടിൽ വന്നത്. അതായത് ഈ പറയപ്പെട്ട 2 സീരിയലിലുള്ള നോട്ടുകളിൽ ത്രെഡ് ഇല്ലാതെ വന്നാലും അത് സ്വീകരിക്കണം. നമ്മുടെ ബാങ്കുകളിൽ നീ വിവരം പുറത്തു പോകുക സ്വാഭാവികം. അതനുസരിച്ചുള്ള കള്ളനോട്ടുകൾ വന്നു. അപ്പോൾ ഈ പണത്തെ തടയുവാൻ വേണ്ടി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് എന്നത് വന്നാൽ ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇതിന് വില കൊടുക്കേണ്ടി വന്നത് നാട്ടുകാരുടെ രാജ്യസ്നേഹം അളന്ന് നോക്കിയിട്ടാണോ? യെസ്, തീർച്ചയായും ശ്രീ KVS മടങ്ങി എത്താം. താങ്കളിലേക്ക് മറുപടി താങ്കൾ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. കള്ളപ്പണത്തെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചുള്ള മറുപടി ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചെയർമാൻ ഗിരീഷ് കുമാർ കൂടി മുൻ ചീഫ് മാനേജർ ഗിരീഷ് കുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അതിൽ മുൻപായി ശ്രീ KVS ഹരിദാസ് അതിന് മറുപടി വ്യക്തമായും പറയണം. കാരണം ആളുകൾ ഇത്രയും അക്കൗണ്ട് തുറന്ന് കാത്തിരുന്നിട്ട് 2.5 വർഷം പിന്നിടുന്നു. എന്ത് നടപടിയാണ് കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ തരത്തിൽ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സർക്കാരിന്? വിദേശത്തുള്ള പ്രതീക്ഷ എനിക്ക് സമയം തരണം കേട്ടോ. തീർച്ചയായും ഓരോന്നോരോന്നായിട്ട് പറയാം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ലോകബാങ്കിൻ്റെ ഒരു റിപ്പോർട്ടിലായിരുന്നു പ്രതീക്ഷ. നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി കാണണം അതിനകത്ത്. ലോകബാങ്കിൻ്റെ അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഇന്ത്യയിൽ സർക്കുലേഷനുള്ള പണത്തിൽ ഏതാണ്ട് 30 ലക്ഷം കോടിയോളം ബ്ലാക്ക് മണി ആണെന്നാണ്. 30 ലക്ഷം കോടി. ഒന്ന്, അത് ഈ കഴിഞ്ഞ 8-10 കൊല്ലത്തിനിടയിൽ ഉണ്ടായ കാര്യമല്ല. ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് മുതലുള്ള കണക്ക് നമുക്ക് വേണ്ടി എടുക്കേണ്ടി വരും പലപ്പോഴും. കാരണം കഴിഞ്ഞ 70 കൊല്ലത്തെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അത് ഇന്ത്യയിലുണ്ടാവും, പുറത്തുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ സർക്കുലേഷനിലുള്ള ഈ പണത്തിൽ തന്നെ ഞാൻ പറയുന്ന 30 ലക്ഷം കോടി ബ്ലാക്ക് മണിയാണ്. ഒന്ന്. രണ്ടാമത്തേത്, 10,000 രൂപ ഇന്ന് നമ്മൾ കയ്യിൽ വന്നാൽ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് അതിലൊരു 5,500 രൂപയോളം മാത്രമാണ് അക്കൗണ്ടഡ് മണി, ടാക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ കണക്കിൽ വരുന്ന പണം.
ബാക്കി 4500 രൂപയോളം വരുന്നത് ബ്ലാക്ക് മണിയാണ്, അല്ലെങ്കിൽ കള്ളപ്പണമാണ്, അല്ലെങ്കിൽ കള്ളനോട്ടാണ്. അതിലൊരു 1500 2000 ഉറുപ്പ്യോളം കള്ളനോട്ടാണ്. ബാക്കിയുള്ളത് ബ്ലാക്ക് മണിയാണ്, അത് അൺഅക്കൗണ്ടഡ് മണി. ഇതാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി. ഇതിൽ ഈ ഏറ്റവും പ്രധാനം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്, ഈ കള്ളപ്പണത്തേക്കാൾ ഉപരി ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കള്ളനോട്ടാണ്. ഇപ്പോൾ ശ്രീ ഗോപകുമാർ നേരത്തെ സൂചിപ്പിച്ചു കണ്ടെയ്നറിൽ വന്ന പണത്തിൻ്റെ കാര്യം. ദേവരാജിനെ പോലുള്ളവർക്കൊക്കെ അത് അറിയാത്തതല്ല. ആ പണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വല്ലാത്ത മലീമസമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആവശ്യത്തിൽ കൂടുതൽ കള്ളപ്പണം, കള്ളനോട്ട് ഈ രാജ്യത്ത് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. അതിവിടെ ഒരാൾ കെട്ടിടം പണിയാൻ, വസ്തു വാങ്ങാൻ, വീട് വയ്ക്കാൻ ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ പണത്തിലെ വലിയൊരു ശതമാനം ഇന്ന് ഇന്ത്യ വിരുദ്ധ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇത്രയും ദിവസത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, അതായത് ഇത്രയും ദിവസത്തെ ആ നടപടിയിലൂടെ ശ്രീ KVS ആ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ ഉറപ്പിച്ച് പറയുന്നത്. അതേ പ്രതീക്ഷയെ ഞാൻ പറയുന്നത്, ആ ജിഹാദി എലിമെന്റ്സ് ഉപയോഗിക്കുന്ന പണം, കള്ളനോട്ട്. ഇപ്പോൾ ഇതിന്റെ ഞാൻ ഏറ്റവും പെട്ടെന്നൊരു കാര്യം സൂചിപ്പിക്കാം. ഈ നടപടിയുടെ പിൻവലിച്ചിട്ട് 2000 നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കള്ളനോട്ട് കുറയുമോ കൂടുമോ നമുക്ക് കാണാൻ പറ്റും. 1000 നോട്ട് പിൻവലിച്ചിട്ട് 2000 നോട്ട് പുറപ്പെടുവിക്കുമ്പോൾ കള്ളനോട്ട് ഉണ്ടാകുമോ, കുറയുമോ, കൂടുമോ? അതിനകത്തൊരു സെക്യൂരിറ്റി എലിമെന്റ് ഉണ്ട്. തിരക്ക് പിടിക്കല്ലേ, ഞാൻ പറയുന്ന മുഴുവൻ കഴിഞ്ഞോട്ടെ. സെക്യൂരിറ്റി എലിമെന്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തുള്ള ഏത് നോട്ടും കള്ളനോട്ട് അടിക്കാൻ കഴിയുന്ന പ്രസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ വിദേശത്തുണ്ടാവും, ഇല്ലയെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പേജ് ഉണ്ടാകുന്നു. അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട എലിമെന്റ്, ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഈ ഭീകര പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും. യാതൊരു സംശയമില്ല. ഇപ്പം മഞ്ഞ് വീണിരിക്കുന്നു. അപ്പുറത്ത് നിന്നുള്ള ക്രോസ് ബോർഡർ, ഈ അതിർത്തി കടന്നുള്ള ഭീകരന്മാരുടെ വരവ് തടഞ്ഞിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന 100, 200, 300 പേരുടെ കയ്യിൽ അവരിന്ന് പ്രയോഗിക്കുന്ന ഈ കള്ളനോട്ടുകളുണ്ട്. അത് പുറത്തിറക്കാൻ വയ്യാതെ വന്നാൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെ സമാധാനപൂർണ്ണമാകുന്നൊരു സ്ഥിതി നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ, കാരണം ഭീകരവാദത്തെ തടയാൻ കഴിയുന്ന കള്ളനോട്ടിന്റെ വലിയ കെട്ട് അത് കത്തിച്ചു കളഞ്ഞ് രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യം കള്ളനോട്ടുകാർക്ക് ഇങ്ങനെ ഒട്ടനവധി കടമ്പകൾ കടക്കാനുള്ളപ്പോൾ ആ ബുദ്ധിമുട്ട് രാജ്യം കൂടി സഹിക്കേണ്ടതുണ്ട് എന്ന KVSന്റെയും അരുൺ ജെയ്റ്റ്ലിയുടെയും നരേന്ദ്രമോദിയുടെയും ഇന്നത്തെ ഏറ്റുപറച്ചിലും പ്രസ്താവനയും ഒക്കെ ആ അർത്ഥത്തിൽ കണ്ടുകൂടെ? ഒരു ആ ക്ഷമാപൂർവം കാത്തിരുന്നൂടെ ശ്രീ ദേവദാസ്? ഇതാണ് ഹരിദാസോട് തിരിച്ചു ചോദിക്ക്. ദാവൂദ് ഇബ്രാഹിമാണ് ഇന്ത്യക്ക് മോസ്റ്റ് ഡ്രെഡഡ് ക്രിമിനൽ. അവനാണ് ഈ കള്ളപ്പണത്തിന്റെ വേൾഡിനെ, ടെററിനെ ഫിനാൻസ് ചെയ്യുന്നത്. അവൻ ഡയറക്ട്ലി ഇൻവോൾവ് ആണ്. 2013 IPL 6 എന്ന് പറഞ്ഞിട്ട് ഈ ശ്രീനിവാസനും ഈ അനുരാഗ് താക്കൂറും ഈ ജെറ്റ്ലിയും ഈ അമിത്ഷായും ഈ നരേന്ദ്രമോദി എല്ലാം വോട്ട് ചെയ്തതല്ലേ? എന്നിട്ട് എങ്ങനെയാ ശ്രീനിവാസനെ രക്ഷപ്പെടുത്തിയത്? എന്നിട്ട് ദാവൂദിന്റെ എതിരെ എന്തെങ്കിലും നടപടി എടുത്ത IPL നിർത്തിവെച്ച ഇവർ? അതൊന്ന് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഹരിദാസോട്, 30 ലക്ഷം അല്ലേ സ്വാതന്ത്ര്യ സമരത്തിന് ഇതുവരെയുള്ള ഇന്റേണൽ കള്ളപ്പണം? 80 ലക്ഷമാണ് ഈ അസോസിയേറ്റ് ഇതിലുള്ള കള്ളപ്പണം പുറത്ത്. ഏത് സീഷെൽസിലും മറ്റേ എല്ലാം, ഏത് ഞങ്ങളുടെ സിനിമാ നടന്മാരെ, കളിക്കാരുടെ, രാഷ്ട്രീയക്കാരുടെ, മറ്റേ ഈ ദാവൂദിനെ പോലത്തെ മാഫിയകളുടെ. അപ്പോൾ അതിനെപ്പറ്റി 120 ലക്ഷമാണ് കണക്ക് പറയുന്നത്. പക്ഷേ ഫൊണസ്കേൻ്റെ ലെറ്റർ പറയുന്നത് 80 lakhs crores ആണ്. അതെന്താണ് തിരിച്ചെടുക്കാത്തത്? ഈ മല്ലയ്യ, ലളിത് മോഡിൻ്റെ എല്ലാം. അപ്പോൾ അവർ, അമിതാഭ് ബച്ചൻ എല്ലാം, അവരെല്ലാം അതോ വിക്കി ലീക്സും ഫൊണസ്ക എന്ന് പറയുന്നത് ലീക്സ്, പനാമ ലീക്കും അല്ലേ ചെയ്തത്? പ്രൈവറ്റ് ലീക്കാണ് കൊടുത്തത് ജർമ്മനിയിലെല്ലാം, സ്വിസ് ബാങ്കിൽ. അതുകൊണ്ടാണ് ശിവസേന പറഞ്ഞ സർജിക്കൽ സ്ട്രൈക്ക് നിങ്ങൾ ആദ്യം അവിടെ ചെയ്തിട്ട് ഇവിടെ ഈ കണ്ട 500 ഉള്ള കൂലിക്കാരെ എടുത്തല്ല സർജിക്കൽ സ്ട്രൈക്കിന് ചെയ്യുമ്പം അതിൻ്റെ ആർമി ക്യാപ്റ്റൻ ഇന്ത്യയെ തന്നെയാണ് വേണ്ടത്. ജപ്പാനിൽ പോയിട്ട് PP യും ചണ്ടി അടിച്ചിട്ട് കളിക്കലല്ല, ജോക്കറെ പോലെ.
ജോക്കറെ പോലെ. സർജിക്കൽ സ്ട്രൈക്ക് നടക്കുമ്പോൾ ഒരു കപ്പിത്താൻ അവിടെ വേണം. ഇവിടെ രാഷ്ട്രം നേരിടുമ്പം ഒരു ഹോട്ട് ലൈൻ വെച്ചിട്ട് എന്തെല്ലാം രാഷ്ട്രത്തിനെ ഈ രാത്രി അർദ്ധരാത്രി കുറുക്കനെ പോലെ ഓരിയിട്ടിട്ട് പോയാൽ പോരാ, ജപ്പാനിലേക്ക് ഓടിയാൽ പോരാ. ലളിതമായി പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് കള്ളപ്പണം എന്ന ആദ്യ സ്റ്റെപ്പ് ഒരു പക്ഷേ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടേ നടപ്പാക്കാതെ പോകുന്നു? വൻ മീനുകൾ, അതായത് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കള്ളപ്പണത്തിന്റെ ഒഴുക്ക്, പാകിസ്ഥാനിലുള്ള കള്ളനോട്ടിന്റെ ഒക്കെ ഒഴുക്ക്, അവിടെ ദാവൂദിനോട് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, അവിടെ ലളിത് മോഡി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ മീനുകളെയൊക്കെ നിങ്ങളുടെ സർക്കാർ 2.5 കൊല്ലമായിട്ട് എന്ത് ചെയ്തു? അതിനുകൂടി മറുപടി ശ്രീ KVS. പ്രജീഷേ ദേവദാസ് നിർത്തിയാ ഞാൻ തുടങ്ങാം. പറഞ്ഞോളൂ. പ്രജീഷേ, വിദേശത്തുള്ള കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ വിദേശത്തും ഇന്ത്യയിലും ഉള്ള കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങോടുകൂടി തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നത് നമ്മൾ മറന്നുകൂടാ. സാധാരണക്കാരുടെ മുമ്പിൽ നിന്ന് ഈ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സുപ്രീം കോടതി ഒരു SITക്ക് രൂപം കൊടുക്കാൻ പറഞ്ഞു. UPA ഗവൺമെന്റിന്റെ കാലത്താണത്. ആ കാലഘട്ടത്തിൽ അവരതിന് നടപടി എടുക്കാതെ നീട്ടിക്കൊണ്ടുപോയത് നമ്മുടെ മുമ്പിലുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യം എടുത്ത തീരുമാനം ഈ SITക്ക് രൂപം നൽകലാണ്. ഒരു സുപ്രീം കോടതി റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള SIT ആണ് അത് മോണിറ്റർ ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ CBI ഉൾപ്പെടെയുള്ള ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത് ആ SITക്കാണ്. ആ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള SITക്കാണ്. അവർക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവര് റിപ്പോർട്ട് ചെയ്യുന്നത് സുപ്രീം കോടതിക്കാണ്. ആ കാര്യത്തിൽ ഗവൺമെന്റിന് യാതൊരു റോളുമില്ല. ദേവദാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പറയണതിൽ അർത്ഥമില്ല. പറയാം വളരെ ചുരുക്കി പറയാം താങ്കൾക്ക്. പ്രജീഷേ, പറഞ്ഞോളൂ. ദേവദാസ് ഇത് നിർത്താതെ ഞാൻ പറഞ്ഞിട്ട് അർത്ഥമില്ല. പറഞ്ഞോളൂ. സ്റ്റിക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രജീഷേ, ശ്രീ ദേവദാസ്, ദയവായി താങ്കൾ രോഷമടക്കണം. താങ്കളുടെ രോഷം കാണുമ്പോൾ ജനത്തിന്റെ രോഷമാണെന്ന് എന്തായാലും എല്ലാവർക്കും വ്യക്തമാകും. ദയവായി അല്പനേരത്തേക്ക് രോഷം അടക്കണം. അഴിമതിയും പറയാൻ അനുവദിക്കൂ ശ്രീ KVS പറയാൻ അനുവദിക്കൂ ശ്രീ ദേവദാസ്. കട്ട് മുടിച്ചിട്ട് ഇവിടെ ഗഡ്കരി എന്ന് പറഞ്ഞ മിസ്റ്റർ 10%, ജെറ്റ്ലി ക്രിക്കറ്റ് നടത്തുന്നത് കള്ളപ്പണം ഒഴുക്കാൻ. അങ്ങനെയാണ് സ്വെറ്റ് വിക്കറ്റ് വന്ന ശശി തരൂർ. നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പൊ കൊലപാതകം വന്ന് ആ കേസ് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ. ഡൽഹി പോലീസ് അന്വേഷിച്ചോ? നിങ്ങൾ ഇപ്പൊ നമുക്ക് സാമ്പത്തികത്തിലേക്ക് വരാം. ശ്രീ KVS എത്ര നാൾ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ താങ്കളെ പോലെയുള്ളവർക്ക് തന്നെ കേരളത്തിലെ സാഹചര്യം, കേരള ജനതയോട് എത്ര ദിവസം അവർക്ക് ക്ഷമിച്ചിങ്ങനെ കാത്തിരിക്കേണ്ടി വരും? ശ്രീ ദേവദാസ്, ലളിതമായി പറഞ്ഞാൽ. എന്നോടാ ദേവദാസിലേക്ക് എത്താം. ശ്രീ KVS. പ്രജീഷ് എന്നോടാ? അല്ലല്ല, KVSലേക്ക്. പ്രജീഷേ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരാഴ്ചക്കുള്ളിൽ വലിയ പരിഹാരം ഉണ്ടാവും. ATMൽ ആവശ്യത്തിനുള്ള പണം എത്താൻ താമസം ഉണ്ടാവില്ല. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷെ നമ്മൾ ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് പണം ATMൽ എടുക്കാനും ഉള്ള സൗകര്യം കൊടുത്താൽ ഈ ബ്ലാക്ക് മണി ഓപ്പറേഷന് തടസ്സം വരും. നമ്മൾ സാങ്കേതികമായിട്ട് അതിന്റെ പ്രായോഗികത ചിന്തിക്കണ്ടേ? ഈ എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് പണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പണം മാറ്റിയെടുക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണിത്. ഇത് ജനങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. ഈ മാധ്യമങ്ങളും ചില ഇടതുപക്ഷവും കോൺഗ്രസുകാരുടെയും ചില സുഹൃത്തുക്കളും ഉണ്ടാക്കുന്ന പ്രശ്നമാണോ ദേവരാജൻ? ഞാൻ ദേവരാജത്തിന് മുമ്പ് ശ്രീ ഗിരീഷ് കുമാർ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ശ്രീ ഗിരീഷ് കുമാർ ഉണ്ടല്ലോ. ശ്രീ ഗിരീഷ്, ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു മറുപടി താങ്കൾക്ക് ഇന്നത്തെ ATMകളിലെയും ബാങ്കുകളിലെയും അവസ്ഥ വെച്ച് പറയാൻ കഴിയും? ഒരു ഡെഡ് ലൈൻ ഈ പ്രശ്നങ്ങൾ പറയാൻ കഴിയും. ഇന്ന് കുറച്ച് പണം വന്നിട്ടുണ്ട്, കുറച്ച് ക്യാഷ് ഇന്ന് ലോ ഡിനോമിനേഷൻ കുറച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ATMസിൽ ഉണ്ടായിരുന്ന ക്യാഷ് കുറച്ച് നിർത്തും. പക്ഷെ അടുത്ത ദിവസം
ക്യാഷ് ഉണ്ടാവുമെന്ന് പറയാം. 500-ന്റെ നോട്ട് അടിച്ചു എന്ന് പത്രത്തിലൊക്കെ കണ്ടതേ ഉള്ളൂ. ഒരു കാര്യമുള്ളത്, ഈ കറൻസി ടെസ്റ്റുകൾ എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ അധീനതയിലുള്ളതാണ്. അത് വിവിധ ബാങ്കുകൾ സൂക്ഷിക്കുന്നതാണ്. അവിടെ ചെറിയ ഡിനോമിനേഷൻ നോട്ട് നേരത്തെ എത്തിച്ചുകൊണ്ട് ഇതാരും അറിയാനൊന്നും പോകുന്നില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് ഇത്തരൊരു വാർ ഫുട്ടിംഗ് ബേസിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുകയില്ലായിരുന്നു. വിശേഷിച്ചും ഒരു പ്രാവശ്യം 4000 എടുത്തവർക്ക് ആ ID ഉപയോഗിച്ച് ഇനി 4000 എടുക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രീ ഗിരീഷ് കുമാർ, തന്ത്രപ്രധാനമായ ഒരു ചുവടുവയ്പ്പിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ സുതാര്യതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ആണ് പ്രധാനമന്ത്രിയും അവരുടെയൊക്കെ വക്താക്കളും പറയുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞ് അല്ലെങ്കിൽ പുറത്ത് അറിയിക്കാൻ കഴിയില്ല ഇത്തരം സംഗതികൾ എന്നാണ്. അതിനെ താങ്കൾ ഏതർത്ഥത്തിൽ കാണുന്നുണ്ട്? പുറത്തറിയിക്കാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ മുഴുവൻ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പകരം ക്യാഷ് തരും എന്ന് ജനങ്ങളെ പറഞ്ഞു വിട്ടാൽ നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനമില്ലാതെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേർന്നാണ്. ആദ്യത്തെ 2-3 ദിവസം രാത്രി 10 മണി വരെ 11 മണി വരെ വനിതകളടക്കമുള്ള ജീവനക്കാർ ഇരുന്നാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇപ്പൊ 2 ദിവസം വർക്കിംഗ് ഡേ ആക്കി. തുടർച്ചയായിട്ട് 15 ദിവസത്തോളം ബാങ്ക് ജീവനക്കാർ, സ്ത്രീകളടക്കം കൊച്ചു കുട്ടികളുള്ളവരടക്കം ജോലി ചെയ്തുകൊണ്ട് ഞങ്ങളിതൊരു പ്രധാന കാര്യമാണ്, ഗവൺമെന്റിന്റെ ആവശ്യമാണ് എന്ന രീതിയിൽ ചെയ്തു. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഈ പേയ്മെന്റ്, ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പേയ്മെന്റിലേക്ക് പല കാര്യങ്ങളും മാറ്റാൻ വലിയൊരു ക്യാമ്പയിൻ, നമ്മുടെ സാക്ഷരതാ യജ്ഞം പോലെ തന്നെ ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കുവാനുള്ള വലിയൊരു ക്യാമ്പയിൻ നടത്തിയാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഈ മെഷീനിലൂടെയുള്ള പേയ്മെന്റ്, ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങൾ നടക്കുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ചെറുകിട വ്യവസായവും ബിസിനസ്സുകാരും വളരെ തളർച്ച വരാൻ പോവാണ്. അടുത്ത ജനുവരിയിൽ വരാൻ പോകുന്ന ഡേറ്റ, ഡിസംബറിൽ വരാൻ പോകുന്ന ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ വ്യവസായ തകർച്ച വരും. ഞങ്ങളുടെ ലോൺ തിരിച്ചടയ്ക്കാതെ വരും. അതിലേക്ക് ശ്രീ ഗോപകുമാർ, അതാണ് കാരണം ഈ ഇതിപ്പോഴും ഇതിന്റെ ഇമ്പാക്ട് ഡെഡ് ലൈൻ 30 ആണെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് എന്തായാലും രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ബാങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുൻ ഓവർസീസ് ബാങ്കിൻ്റെ മുൻ മാനേജർ കൂടിയാണ്, ചീഫ് മാനേജർ കൂടിയാണ്. ഇങ്ങനെ ബാങ്കിങ് മേഖലയിലെ ഒരു ലോഡ്, അതിൻ്റെ യാഥാർത്ഥ്യമാണ് അവർ തുറന്നു പറയുന്നത്. ഇതൊരു സുതാര്യതയുടെ പേരിൽ മാത്രം ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് സുതാര്യത പറയുമ്പോഴും അതിന്റെ കടമ്പകൾ സ്വീകരിക്കാമായിരുന്നു യഥാവധി. അവിടെ ഒരു വീഴ്ച പറ്റിയിട്ടില്ല. അത് പ്രായോഗികമല്ല. സുതാര്യത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു വോട്ടെണ്ണൽ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ. അത് ഇതിനേക്കാളും വലിയ സുതാര്യത ഒരിടത്തും ആവശ്യമില്ല. കാരണം വോട്ട് ചെയ്തു കഴിഞ്ഞു, അത് എല്ലാവരും അറിയേണ്ടതാണ്, ജനങ്ങൾ ചെയ്തതാണ്, ജനങ്ങൾ അത് അറിയാൻ ബാധ്യസ്ഥരാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതിനൊരു സുതാര്യത അവിടെ സൂക്ഷിക്കപ്പെടുന്നില്ല. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവിടെ സൂക്ഷിക്കപ്പെടുന്നത്. ശ്രീ ദേവരാജൻ, ഇടതുവാദികളൊക്കെ നിങ്ങളൊക്കെ പടച്ചുവിടുന്ന നാടകങ്ങളാണ്, അല്ലെങ്കിൽ ഇത് നരേന്ദ്രമോദിക്ക് നേരെ, മോദി എന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നേരെ നിങ്ങൾ നടത്തുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ് വസ്തുതകൾ അറിയാതെ പോകുന്നു എന്ന KVSന്റെ ആരോപണത്തോട്? അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഇപ്പോൾ പാർലമെന്റിൽ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ ഉറി ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവനയെ സർവ്വകക്ഷികളും അംഗീകരിച്ചു. ഇപ്പോഴും കള്ളപ്പണം തടയണമെന്നുള്ള കാര്യത്തിൽ, കള്ളനോട്ടുകൾ ഇല്ലാതാക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ എടുത്ത നടപടിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കള്ളനോട്ട് തടയാനാണ് എങ്കിൽ 1000 പിൻവലിച്ചിട്ട് നിങ്ങൾ ഇറക്കിയത് 2000 ഇത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ടിയിരുന്ന രീതി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീ KVS ഹരിദാസ് അദ്ദേഹം പറഞ്ഞു അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നതുകൊണ്ടാണെന്ന്. സാർ, ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്, 2000 രൂപയുടെ ഫോട്ടോ കോപ്പി, കളർ ഫോട്ടോ കോപ്പി നോട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പാവം കർഷകൻ വാങ്ങിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ രാജ്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കള്ളനോട്ടുകൾ ഇനിയും ഉണ്ടാകും, അത് ഉണ്ടാകാതിരിക്കുന്നില്ല. കള്ളനോട്ടുകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ എലിയെ പേടിച്ച് നമുക്ക് ഇല്ലം ചുടുന്നത് ശരിയാണോ? അതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട. ഇവിടെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വന്ന UP ഇലക്ഷനുമായി ഇതിന് എന്തോ ബന്ധമെന്നൊക്കെ ചില കിംവദന്തികൾ, അതിനൊക്കെ നിങ്ങൾ നിങ്ങൾ ഇടതുവാദികളൊക്കെ പടച്ചുവിടുന്ന അത്തരം ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ 24 മണിക്കൂർ നേരം പ്രവർത്തിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പണത്തിന്, രാഷ്ട്രീയ നിക്ഷേപത്തിന്, അക്കൗണ്ടിന് നികുതി കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ കുറേയധികം പണം വന്നുപോയി എന്നുള്ളത് കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കും, നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടാൽ, പല അക്കൗണ്ടുകൾ നിക്ഷേപിക്കപ്പെട്ടാൽ ഇതിനൊന്നും നികുതി കൊടുക്കേണ്ട കാര്യം വരുന്നില്ല.
അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വിവിധ സംസ്ഥാന കമ്മിറ്റികളുടെ അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കോടികൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും അവിടുത്തെ MLAയുമായിരിക്കുന്ന ദിലീപ് ഘോഷ് തന്നെ സമ്മതിച്ചു, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 8-ാം തീയതി അനിതര സാധാരണമായി ഞങ്ങൾ 3 കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന്. അതുവരെ അവിടെ വന്നിട്ടുള്ളത് 50,000, 10,000, 25,000 ഒക്കെയാണ്. അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുമോ? കെജ്രിവാൾ പറഞ്ഞ 3 ചോദ്യങ്ങൾക്ക് അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 8-ാം തീയതി 8 മണി വരെ ഇതുകൂടെ പറയണം ശ്രീ KVS. അതുകൊണ്ടാണ് 8-ാം തീയതി 8 മണി വരെ നമ്മൾ രാജ്യം ചർച്ച ചെയ്തത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, അതുപോലുള്ള വിവിധ വിഷയങ്ങൾ, പെട്രോളിന്റെ വില വർധനവ്, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഈ ഒരു വിഷയം വന്നതോടുകൂടി എല്ലാ വിഷയങ്ങളെയും ഒരൊറ്റ സ്ട്രൈക്കിലൂടെ പ്രധാനമന്ത്രി കുഴിച്ചുമൂടി, ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ശരി KVS, മടങ്ങിയെത്താം താങ്കളുടെ മറുപടിയിലേക്കും MRലേക്കും പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ KVS ഹരിദാസ്, നേരത്തെ ഈ തീരുമാനം അറിഞ്ഞവരിൽ, കാരണം മേധാവികളോ റിസർവ് ബാങ്ക് ഗവർണറോ അവർക്കൊക്കെ അപ്പുറത്തേക്ക് അറിഞ്ഞ വ്യക്തികളുടെ കൂടെ BJPയുടെ തന്ത്രപ്രധാന അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ, സംസ്ഥാന പ്രസിഡന്റുമാർ ഇതൊക്കെ അറിഞ്ഞിരുന്നു, കോർപ്പറേറ്റുകളൊക്കെ അറിഞ്ഞിരുന്നു. അവരൊക്കെ സുരക്ഷിതമായി പണം മാറ്റി ശരിയായ ദിശയിൽ കൊണ്ടുപോയി മിച്ചം വെച്ച പണം, സാധാരണക്കാരൻ മിച്ചം വെച്ച പണം ഉപയോഗിക്കാനാകാതെ നെട്ടോട്ടം ഓടുന്ന സ്ഥിതി. ഇതിനൊക്കെ ഒരു നേരത്തെ രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ കൂടിയും മറുപടി എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് പോലും നൽകാൻ കഴിയാതെ പോകുന്നു ഇത്തരം ആരോപണങ്ങൾ? പ്രജീഷിൻ്റെ ഈ പ്രസ്താവനയുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ പ്രജീഷ് ചൂണ്ടിക്കാണിച്ച കാര്യം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാരും മറ്റും അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ. അതായത് ഞാനല്ല ഉന്നയിച്ചത്, കെജ്രിവാൾ ഉന്നയിച്ചു, ഇപ്പോ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറി ഉന്നയിച്ചു. അതെ, ഞാൻ പറഞ്ഞത് പ്രതീക്ഷ, ഞാൻ പറഞ്ഞത് തൊട്ട് മുമ്പ് ദേവരാജൻ പറഞ്ഞത് എന്താ, മന്ത്രിമാരെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഫോണുകൾ ഓഫ് ചെയ്തിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്, അതുപോലും ശ്രദ്ധിച്ചിരുന്നു എന്ന വിശ്വാസമില്ലാത്ത തോന്നില്ലേ? അത്രയും ഗൗരവത്തിൽ, അത്രയും സുതാര്യതയോടുകൂടി, അത്രയും സൂക്ഷ്മമായി ലോകം വിശ്വസിക്കുകയാണെന്നാണ് വാർത്ത വന്നത് പുറത്ത്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ദേവരാജൻ, രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ബംഗാളിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലും 2-3 നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനുള്ള പണമാണ് അവിടെ വന്നിട്ടുള്ളത്, അതാണ് ബാങ്കിൽ ഇട്ടിട്ടുള്ളത്. അത് അവർ വിശദീകരിച്ചു കഴിഞ്ഞു. അവിടെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെയും നിയമസഭാ ഉപമണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിന് ആവശ്യമുള്ള ഫണ്ടാണ് അവിടെ വന്നിട്ടുള്ളതെന്നും ആ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഞാൻ BJPയുടെ കാര്യത്തിൽ പ്രതീക്ഷ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാൻ 1984 മുതൽ ഈ കാര്യങ്ങൾ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. BJPയുടെ ഇലക്ഷൻ ഫണ്ടുകൾ മുഴുവൻ തന്നെ അത് ബാങ്ക് അക്കൗണ്ടിൽ കൂടിയേ മാറിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിലും മധ്യപ്രദേശിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ പണം വരുന്നുണ്ടെങ്കിലും അത് DD ആയിട്ടേ വരാറുള്ളൂ. അത് കേരളത്തിൽ വന്നാൽ ദേവദാസിലേക്ക് 20 സെക്കൻഡ് ദയവായി എടുക്കാവൂ. ദാവൂദിലേക്ക് പോകരുത്. ഇനി 30 ദിവസത്തിന് ശേഷം ഒരു മാറ്റം താങ്കൾ കാണുന്നത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. കുറച്ചെങ്കിലും, ചെറിയ അംശമെങ്കിലും ഒരു മാറ്റത്തിന് നമ്മൾക്ക് കാതോർത്തുകൂടെ ശ്രീ ദേവദാസ്? പ്രജീഷേ, ഇത് എനക്കൊന്നേ പറയാനുള്ളൂ. അതാ പറയണ്ടേ, PayTMൻ്റെയും ഈ ജിയോൻ്റെ എല്ലാം പരസ്യത്തിൽ നിന്നത് കാണിക്കുന്നത് ഇവിടെ നമ്മളെ ചെറുകിടക്കാർ എല്ലാം തുടച്ച് നീക്കി FDI ചില്ലറ മാർക്കറ്റ്, വാൾമാർട്ടിനെല്ലാം ഉള്ള ഇത് ഒരുക്കുന്നതാണ്. ഇത് തകർത്തിട്ട് പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ്, അതാണ് PayTM വരുന്നത്, ജിയോ വരുന്നത്. അങ്ങനെ ഇവർക്ക് കമ്മീഷൻ കിട്ടി. ബട്ട് ഞങ്ങളുടെ കേരളത്തിലെ സഹകരണ ബാങ്കിനെ തകർക്കണം, അതെല്ലാം ഈ IPL നടത്തുക. ആ 1.5 ലക്ഷം 2 മാസം
മാസം കൊണ്ട് നടത്തുന്ന IPL ആണോ സഹകരണ ബാങ്കാണോ ഏറ്റവും വലിയ ഡേഞ്ചർ? അതൊന്നും പറയാതെ പുറത്തുള്ള ലളിത് മോഡിനെ വിജയ് മല്യനെ രക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിരക്ഷക്ക് സാധാരണക്കാരൻ്റെ ഇട്ട് പുകമറ സൃഷ്ടിച്ച് സ്റ്റുപ്പിഡ് ജോക്കറെ കളി കളിച്ചിട്ട് കയ്യടി നേടേണ്ട സർജിക്കൽ സ്ട്രൈക്ക് രാത്രി കുറുക്കനെ പോലെ ഓരിയിട്ട് ജപ്പാനിൽ പോയിട്ട് പിയും ചെണ്ടി അടിച്ച് കളിക്കുന്ന കളിയല്ല. ഇപ്പം ഇവിടെ ടൗണിൽ മോഡി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുണ്ടു അയച്ചിട്ട് പണ്ട് ട്രൗസർ ഇട്ട് ഓടിയ പോലെ ഓട്ടണം. പിന്നെ മോഡിന്റെ അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പൊ നമ്മൾ ഇതിനെല്ലാം ന്യായീകരിച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ATM ഔട്ട് ഓഫ് സർവീസ്, ബാങ്ക് ഔട്ട് ഓഫ് ക്യാഷ്, പബ്ലിക് ഔട്ട് ഓഫ് കൺട്രോൾ, നരേന്ദ്രമോദി ഔട്ട് ഓഫ് കൺട്രി. ഈ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ചോദ്യമാണ് ശ്രീ MR. ഈ ജനങ്ങളോട്, കാരണം ഇങ്ങനെ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളോട് താങ്കളുടെ ഒരു ഉപദേശം കൂടി നൽകേണ്ടതുണ്ട്. അവസാനം എനിക്ക് തോന്നി ചർച്ച, കാരണം ജനങ്ങൾ അത്ര പാനിക് സിറ്റുവേഷൻ നിൽക്കുമ്പോൾ താങ്കളെ പോലെയുള്ള ഒരു പക്ഷേ താങ്കൾ ഇതിനെ രണ്ട് വശങ്ങളെയും ഉൾക്കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഉപദേശം, കാരണം ഇവിടെ ഉപദേശിച്ചു നേരത്തെ ബാങ്ക് മാനേജർ ഒരു വലിയൊരു സിറ്റുവേഷനിലേക്ക് വരും. താങ്കൾക്ക് അവസാനമായി ഞാൻ ഒരു കാര്യം പറയാം. ഇത് പുറത്തു നിന്ന് ഹവാല വഴിയോ അല്ലെങ്കിൽ കുഴൽപ്പള്ളം വഴിയോ അല്ലെങ്കിൽ കള്ളനോട്ടോ ആയിട്ടോ വാഗണിലോ കണ്ടെയ്നറിലോ ഒക്കെ ഇന്ത്യയിൽ കറൻസി വന്നിട്ടുണ്ടെങ്കിൽ ആ കറൻസി ഇന്ത്യയിൽ ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ജനങ്ങൾ എന്ന് വരെ കാത്തിരിക്കണം ശ്രീ ജനങ്ങൾ? ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് 30-ാം തീയതി. എനിക്ക് തോന്നുന്നില്ല 30-ാം തീയതി വരെ പോകേണ്ട കാര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസംബർ 30 വരെ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും. ഭൂമിയോളം കുറച്ചൊക്കെ ക്ഷമിക്കണം. നമ്മൾ ഒരു നിയമത്തിനെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ, ഒരു റോഡിലിറങ്ങി സമരം ചെയ്യുന്നു നോക്കുക. നമ്മൾ സമരം ചെയ്യുമ്പോൾ സാധാരണക്കാരായ ഒരു തെറ്റും ചെയ്യാത്ത, എല്ലാ ടാക്സും കൊടുക്കുന്ന, എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന സാധാരണക്കാരന് സ്വല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? വേറൊരു ഒരു ചീത്ത നിയമത്തിന് എതിരായിട്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. അതിന് കുറച്ചൊരു ഒന്ന് ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. തീർച്ചയായും. എന്തായാലും ശ്രീ KVS ക്ഷമിക്കുക എന്ന മറുപടിയായിരിക്കും അവസാനമായി അദ്ദേഹത്തോട് പോയാലും അദ്ദേഹം പറയുക. എന്തായാലും ചർച്ചയിൽ പങ്കുചേർന്ന KVS, G ദേവരാജൻ, ദേവദാസ് മാധ്യമപ്രവർത്തകൻ, ചലച്ചിത്ര നടനും, അതിലുപരി എല്ലാ കാര്യങ്ങളും അപഹാകത്തോടുകൂടി നോക്കിക്കാണുന്ന ശ്രീ MR ഗോപകുമാർ, ഒപ്പം ചർച്ചയിൽ പങ്കുചേർന്ന ഗിരീഷ് കുമാറിനും നന്ദി അറിയിക്കുന്നു.